ഇന്നത്തെ കാലത്ത് ഇൽമ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. നമുക്കറിയാം, തലയെടുപ്പുള്ള പണ്ഡിതന്മാരൊക്കെ വളരെ അപൂർവമായ കാലഘട്ടത്തിലും ഒരു ഉന്നതമായ പണ്ഡിതൻ എങ്ങനെ നമുക്ക് ആയിത്തീരാം, അതിന് ഒരു വിദ്യാർത്ഥി, ഒരു മുതാലിം പഠനത്തിൽ പിന്തുടരേണ്ട മാതൃകകൾ എന്തൊക്കെയാണ്, എങ്ങനെ പഠിച്ചാലാണ് ഒരു മാഹിറായ ഇൽമിലൊക്കെ ഒരു യഥാർത്ഥ കഴിവുള്ള, ആഴത്തിലുള്ള ഒരു കഴിവുള്ള ആലിമായി മാറാൻ സാധിക്കുക? നല്ലൊരു ചോദ്യമാണത്. ഇന്ന് ഒരു വിദ്യാർത്ഥിയും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെ പഠിക്കണം എന്നുള്ളത്. അപ്പൊ അതിന് ആദ്യം അവൻ ഏത് കിതാബ് ഓതാണെങ്കിലും ആ കിതാബില് അങ്ങേയറ്റത്തെ കഴിവുണ്ടാക്കണം എന്നുള്ള ഒരു മനസ്സാദ്യം വേണം. അവൻ ഏത് കിതാബാണ് ഓതുന്നത്, ആ കിതാബില് എനിക്ക് അങ്ങേയറ്റത്തെ അതിന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടുള്ള കഴിവ് എനിക്ക് വേണം എന്നൊരു ആത്മാർത്ഥമായ ആഗ്രഹം വേണം. നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന ഒരു ആഗ്രഹം നമുക്ക് വേണം. എന്നിട്ട് ചെയ്യേണ്ടത്, നമ്മുടെ മുൻഗാമികളൊക്കെ പഠിച്ച മാർഗങ്ങൾ എല്ലാത്തിനും നമുക്ക് മാതൃകയായിട്ടുള്ള നമ്മുടെ മുൻഗാമികളാണ്. അപ്പൊ മുൻഗാമികൾ ചെയ്തു തന്ന അവരുടെ ജീവിത ചരിത്രത്തിലൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരുപാട് അവരുടെ ശൈലിയുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയിട്ട്, നമ്മുടെ പഠനത്തിൽ പകർത്തിയിട്ട് അങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അതിൽ പെട്ടതാണ്, അവർ കാര്യമായിട്ട് എപ്പോഴും ഇങ്ങനെ ചർച്ചകൾ നടത്തിയിരുന്നു. സബ്ക്ക് കഴിഞ്ഞാൽ അവരുടെ പഠനത്തിൽ പ്രധാനമായിട്ടും അവർ ശരീക്കന്മാർ കൂടിയിരുന്ന് നല്ല ചർച്ച ചെയ്യും. ആഴത്തിലുള്ള അറിവ് കണ്ട് ഇപ്പൊ ഒരാൾക്കുള്ള അഭിപ്രായം ആവില്ലല്ലോ മറ്റാൾക്ക് ഉണ്ടാവുക. നമ്മൾ സ്വയം നോക്കുന്നതിനേക്കാൾ കൂടുതൽ ഫലം അവിടെ ലഭിക്കുന്നുണ്ട്. കാരണം പലരുടെയും ബുദ്ധി വ്യത്യസ്തമാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോ ഓരോരുത്തരും അവന്റെ അഭിപ്രായം പറയുമ്പോ ഒരുപാട് നമ്മൾ കണ്ടെത്താത്ത ഇൽമുകൾ കിട്ടുകയാണ്. നമുക്കറിയാം, പഴയ മഹാന്മാരുടെ ചരിത്രത്തിലൊക്കെ കാണാൻ സാധിക്കും. സബക്ക് കഴിഞ്ഞാല് ഒരാൾ അർത്ഥം വെക്കും, ബാക്കിയുള്ളവർ കേട്ടിരിക്കും, എന്നിട്ട് അങ്ങനെ ചർച്ച. അപ്പൊ അതിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ പള്ളി എപ്പോഴും ഹയാത്തായിരിക്കും. മറ്റുള്ളവർക്ക് വരെ ഓതാൻ തോന്നും. അതാണ് അതിന്റെ പ്രത്യേകത, അല്ലെ? നമ്മളൊരു കുട്ടികള് അവിടെ ഒരു ടീം അവിടെ പഠിക്കണമെങ്കിൽ മറ്റവനവിടെ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓനക്കും അതുപോലെ ഓതാൻ തോന്നും. തീർച്ചയായും അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ആ ഒരു സിസ്റ്റം അത് ഇന്ന് വളരെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു പോരായ്മ, അതിന്റെ ഒരു ഇല്ലായ്മ ഇങ്ങനെ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ മാത്രമല്ല, ഒരു സ്ഥാപനം മൊത്തം പഠിക്കാനും അത് കാരണമാകും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതാണ് നാം സ്വീകരിക്കേണ്ട ഒരു മാർഗം. ഇത് മുൻഗാമികളൊക്കെ സ്വീകരിച്ചു പോന്നിരുന്ന പള്ളി ഹയാത്താക്കാനും അള്ളാഹിന്റെ മാർഗത്തിൽ നിന്ന് റിള കിട്ടാനൊക്കെ ഏറ്റവും നല്ല ഒരു മാർഗമാണ് അത്. അപ്പോൾ അത് സ്വീകരിക്കൽ വളരെ അത്യന്താപേക്ഷിതാണ്. പിന്നെ രണ്ടാമതായിട്ടുള്ളത്, അവന്റെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടുള്ള, മറ്റുള്ളവരിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് സ്വന്തമായിട്ട് ഓരോ ഇബാറത്തുകളിലേക്ക് സൂക്ഷ്മമായിട്ട് നോക്കിയിട്ട്, ഇബാറത്തുകൾ സാധാ കണ്ണുകൊണ്ട് ആശയം മനസ്സിലാക്കൽ മാത്രമല്ല, നമ്മൾ ഈ പഠിക്കുക എന്ന് പറഞ്ഞാല് ആ വിഷയത്തിൽ പറഞ്ഞ ആശയങ്ങള്, മസാലകൾ ഇങ്ങനെ മനസ്സിലാക്കുക എന്ന് മാത്രമല്ല. അതല്ല പഠിപ്പ് എന്ന് പറഞ്ഞാൽ. അതിന്റെ പിന്നാമ്പുറങ്ങൾ അന്വേഷിക്കണം. അവിടെ വരുന്ന പ്രശ്നങ്ങള്, അതുപോലെ അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, അതിന്റെ ആഴങ്ങളിലൊക്കെ എന്തെല്ലാം മാലൂമാത്തുകൾ ഉണ്ട്, അങ്ങനെ അന്വേഷിച്ചുകൊണ്ട് ദീർഘമായ ഒരു നോട്ടം കിതാബിലേക്കൊന്ന് ശക്തമായ നിലക്ക് നോക്കണം. ഒരു ഇബാറത്തിനെ സസൂക്ഷ്മം പരിശോധിക്കുക എന്ന് പറയല്ലോ, അങ്ങനെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ തലച്ചോറ് അതിലേക്ക് പരിപൂർണമായിട്ട് വിക്ഷേപിച്ചുകൊണ്ട്, വിന്യസിച്ചുകൊണ്ട് എല്ലാ മേഖലകളിലേക്കൊന്ന് ചിന്ത നടത്തണം. അങ്ങനെ ദീർഘമായ ചിന്ത. അപ്പോ അവനക്ക് എന്ത് കിട്ടും? ബസാറത്ത്, ഉൾക്കാഴ്ച കിട്ടും. പല ആശയങ്ങളും അതിന്റെ പിന്നാമ്പുറങ്ങൾ തേടിപ്പോയത് കൊണ്ട് അവൻക്ക് ആ മസലകളിൽ മറ്റുള്ളവൻക്ക് ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഉൾക്കാഴ്ച അവൻ ആ വിഷയത്തിൽ ഉണ്ടായിരിക്കും. ചില വിദ്യാർത്ഥികൾ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആശയങ്ങളൊക്കെ ആശയക്കാർ ഉണ്ടാകുന്നത് ആയതുകൊണ്ടാണ്. അവരൊക്കെ നമുക്ക് അവരുടെ കിതാബിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഫത അമ്മൽ ഉണ്ടാവുമല്ലോ. അതൊക്കെ അവരുടെ ഈ പ്രഗത്ഭന്മാരായ മുഹശ്ശികളുടെ കിതാബുകളൊക്കെ അവരൊക്കെ കൂടുതലായിട്ട് നമുക്കറിയാം. ഖതീബുൽ അബ്ദുറഹ്മാൻ ഷിർബിനി റഹ്മത്തുള്ളാഹി അലൈഹി
അവര് ജമ്മിന്റെ ഹാഷിയ അവിടുത്തെ ബന്നാനിയുടെ താലീഖിലൊക്കെ കൂടുതലായിട്ട് വളരെ ദഖീഖായിട്ടുള്ള ചർച്ചകളാണ് നടത്തുന്നത്. അപ്പോ അങ്ങനെ അതിന്റെയൊക്കെ കാരണം എന്താ? അവരൊക്കെ സസൂക്ഷ്മം ഇബാറത്തുകൾ പരിശോധിച്ച് ഒരുപാട് ആലോചിച്ചിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നത്. ഒരുപാട് ആലോചിച്ചിട്ടാണ് ആ ഒരു പാഠം പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ബസാറത്ത് കിട്ടും എന്നുള്ളത് അതിന്റെ പ്രത്യേകത. പറഞ്ഞതപ്പടി അതേപോലെ സ്വീകരിക്കാതെ അതിന്റെ എല്ലാ പിന്നാമ്പുറങ്ങളും എല്ലാം നോക്കിയിട്ട് അർത്ഥതലങ്ങൾ മുഴുവനും ചികഞ്ഞ് പരിശോധിച്ചിട്ട് അങ്ങനെ പഠിക്കുമ്പോഴാണ് ബസാറത്ത് ഉണ്ടാവുള്ളൂ, ഇൽമിനെ ലസ്സത്തും കിട്ടുള്ളൂ. അല്ലേ? ഇൽമിന് ലസ്സത്ത് ഉണ്ടല്ലോ, അത് അപ്പോഴേ കിട്ടുള്ളൂ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഹിഫ്ളാണ്. ഹിഫ്ളിന്റെ ഇന്നത്തെ അവസ്ഥ എന്താ? വളരെ പിറകോട്ടുള്ള അവസ്ഥയാണ് ഇപ്പൊ ഹിഫ്ളിനുള്ളത്. ആരും മുമ്പത്തെ പണ്ഡിതന്മാരൊക്കെ ചരിത്രം എടുത്ത് നോക്കിയാൽ, ഇപ്പോ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ചരിത്രത്തിൽ ഉണ്ട് 4 മാസം കൊണ്ട് ഇമാം അബൂ ഇസ്ഹാഖ് ഷിറാസി തങ്ങളുടെ മുഹദ്ദബ്, അതുപോലെ തന്നെ തംബീഹ്, അതൊക്കെ മനപ്പാഠമാക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മഹാന്മാരുടെ ചരിത്രം, സൈനി ദഹലാൻ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ചരിത്രത്തിലൊക്കെ ഒരുപാട് കിതാബുകൾ അവർ ഹിഫ്ളാക്കാണ്. അങ്ങനെ മുൻകഴിഞ്ഞ പണ്ഡിതന്മാരുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതായിരുന്നു. ആദ്യം ഒരുപാട് മത്നുകൾ ഒരു ഹിഫ്ളാക്കും, ഒരുപാട് മത്നുകൾ. ഇപ്പൊ നഹ്വാണെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട മത്നുകളൊക്കെ ഹിഫ്ളാക്കും. അങ്ങനെ ഹിഫ്ളാക്കി ഇട്ടായിരുന്നു അവർ ഇതിന്റെ ഹാഷിയ, അതിന്റെ വിശാലമായ ലോകത്തേക്ക് കടന്നിരുന്നത്. ഇന്നിപ്പോ ഹിഫ്ള് എന്നൊരു പരിപാടി, ഇന്നിപ്പോ ഖുർആൻ ഹിഫ്ള് എന്നുള്ളതല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഹിഫ്ള് വളരെ തീരെ ഇല്ലാന്ന് തന്നെ പറയാം. അപ്പൊ ആ ഒരു മേഖല വളർത്തിക്കൊണ്ടുവരൽ വളരെ അത്യാവശ്യമാണ്. മുൻഗാമിക ചരിത്രത്തിലേക്കാണ് ഒരു ഏതെങ്കിലും എല്ലാ ഫന്നിലും ഒരു കിതാബെങ്കിലും ഹിഫ്ള് ആക്കിയിട്ടുണ്ടായിരിക്കും. അതാണ് ആ ഒരു ഹിഫ്ള് ഒരുപാട് പണ്ഡിതന്മാരുടെ ചരിത്രത്തിൽ കാണാം. ഇപ്പോ മുൻകഴിഞ്ഞ പണ്ഡിതന്മാരിൽ ചില പണ്ഡിതന്മാരുടെ ചരിത്രത്തിലൊക്കെ ഉണ്ട് അവർ അൽഫിയ ആരോഹണ ക്രമത്തിലും അവരോഹണ ക്രമത്തിലും സദർ പറഞ്ഞാൽ അജിസ് അവർ പറഞ്ഞുതരും, അജിസ് പറഞ്ഞാൽ സദർ പറഞ്ഞുതരും. അത്രക്കും ഹിഫ്ള് അവർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു 3 കാര്യങ്ങളും ഇന്ന് ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടെങ്കിൽ അവൻ ഒരു പ്രഗത്ഭനായ ആലിമാകുമെന്ന് കാര്യം തീർച്ചയാണ്.